അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സത്യവിശ്വാസികളായ മുത്തുമുഅ്മിനീങ്ങളെ, ധാരാളം ആളുകൾ പറയുന്നൊരു പ്രയാസമാണ്, 10-15 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ളൊരു തൗഫീഖ്, ഒരു ഭാഗ്യം ഞങ്ങൾക്കില്ല തങ്ങളെ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രയാസം പറയുന്നവരുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കുള്ള ഒരു അമലാണ്, അവർ ചെയ്യേണ്ട ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. പ്രസവിക്കുക എന്ന് പറയുന്നത്, ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ വീടിനൊരു ഐശ്വര്യമാണ്. കുട്ടികൾ ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. എല്ലാവരും കുട്ടികൾ ആഗ്രഹിക്കുന്നവരാണ്, സന്താനങ്ങൾ ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് സന്താനങ്ങളെയാണ്. അതില്ലാത്തവർക്കാണ് അതിൻ്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അറിയുക. തസാവജു അൽ വദൂദ് അൽ വലൂദ്. നമ്മൾ വിവാഹം കഴിക്കുന്ന സമയത്ത്, കല്യാണം കഴിക്കുന്ന സമയത്ത് നല്ല പ്രസവശേഷിയുള്ളവളെ നമ്മൾ വിവാഹം കഴിക്കണം. നല്ല പ്രസവശേഷിയുള്ളവളെ വിവാഹം കഴിക്കണം. പിന്നെയോ നല്ല ഭർത്താവിനെ സ്നേഹിക്കുന്നവളെ, സ്നേഹമുള്ളവളെ വിവാഹം കഴിക്കണം. നല്ല പ്രസവിക്കാൻ ശേഷിയുള്ളവളെ വിവാഹം കഴിക്കണം. നല്ല ഭർത്താവിനെ സ്നേഹിക്കുന്നവളെ നമ്മൾ വിവാഹം കഴിക്കണം. അതാണ് പറഞ്ഞത്, നല്ല പ്രസവശേഷിയുള്ളവളെ. അപ്പോൾ എങ്ങനെ നമുക്ക് മനസ്സിലാകും? അതെങ്ങനെ നമുക്ക് മനസ്സിലാകുക തങ്ങളെ എന്നാണ് നമ്മുടെ ചോദ്യമല്ലേ? നമ്മൾ നോക്കേണ്ടത് അവരുടെ തറവാട്ടിലേക്കാണ്. അവിടെ തറവാടാണ് നോക്കേണ്ടത്. ഇപ്പോൾ അവിടെ സമയം, ഇപ്പം നമ്മളതൊന്നും നോക്കൂല. നമുക്ക് ചൊറുക്കാണ് വേണ്ടത്, ഭംഗി വേണം, 100ൽ 100 വേണം, 100ൽ 100 വേണം. നമ്മളതല്ല ശ്രദ്ധിക്കേണ്ടത്. അവിടെ കുടുംബത്തിലേക്ക് നോക്കണം. നല്ല പ്രസവിക്കാൻ കഴിയോ, അതൊന്നും നോക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഭംഗി നോക്കാം, മുതൽ നോക്കാം, കുടുംബം നോക്കാം, എല്ലാം നോക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല പ്രസവിക്കാൻ കഴിവുള്ള, നല്ല പ്രസവശേഷിയുള്ള പെണ്ണിനെ നമ്മൾ വിവാഹം കഴിക്കണം. പിന്നെയോ ഭർത്താവിനെ സ്നേഹിക്കുന്ന, ഭർത്താവിൻ്റെ രഹസ്യങ്ങളും പരസ്യങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ഒരു പെണ്ണിനെ നമ്മൾ വിവാഹം കഴിക്കണം. അതായിരിക്കണം നമ്മളെ വിവാഹം. നല്ല ഭർത്താവിനെ സ്നേഹിക്കാൻ പറ്റുന്ന നല്ലൊരു പെണ്ണിനെ നമ്മൾ വിവാഹം കഴിക്കണം. നല്ല പ്രസവിക്കാൻ കഴിവുള്ള നല്ലൊരു പെണ്ണിനെ നമ്മൾ വിവാഹം കഴിക്കണം. ഇപ്പോഴൊക്കെ എല്ലാവരും 1, 2, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. 1ലും 2ലും നിർത്തി, പിന്നെ പ്രസവിക്കുന്നില്ല. 1ലും 2ലും നിർത്തി, പിന്നെ അവർക്ക് വേണ്ട. ചിലർ വിളിച്ചു പറയാറുണ്ട്, തങ്ങളെ എനിക്ക് 3 മക്കളാണ്, 4മത്തെ ഗർഭം ഉണ്ടായിരുന്നു, വയറ്റിലുണ്ടായിരുന്നു 4മത്തത്. അത് 3-ാം മാസത്തിൽ വയറ്റിൽ നിന്ന് തന്നെ മരണപ്പെട്ട് തങ്ങളെ ഇത് 4മത്തതാണ്, എനിക്ക് 3 മക്കളാണ്. അവരാണ് നമ്മുടെ സമ്പത്ത്, അവരാണ്. അതുകൊണ്ടാണ് ഞാൻ ഗർഭം ധരിക്കാൻ കാരണം ഇവരാണ്. എനിക്ക് ഉമ്മയും ഉപ്പയും ഇല്ല, ഇവരാണ് എൻ്റെ സമ്പത്ത്. അങ്ങനെ വിളിച്ചു പറയുന്നവരുണ്ട്. അപ്പം നമ്മളെ മക്കളാണ് നമ്മുടെ സമ്പത്ത്, സമ്പാദ്യം. നമ്മൾ ധാരാളമായി പ്രസവിക്കുക, നമ്മൾ ധാരാളം ഗർഭം ധരിക്കുക. ഇപ്പം നമ്മൾ സ്ത്രീകളൊക്കെ പറയും, തങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇതിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ ഞങ്ങളല്ല അനുഭവിക്കുന്നത് എന്ന്. സ്ത്രീകൾക്ക് ധാരാളം പ്രതിഫലമാണ്. പ്രസവ സമയത്തുള്ള സ്ത്രീകൾക്ക് ധാരാളം പ്രതിഫലമാണ്. ഒരു പ്രസവം ഒരു വയറ്റിലുണ്ടായി നിൽക്കുന്ന സമയത്ത് ആ സ്ത്രീ എങ്ങാനും മരണപ്പെട്ടു പോയാൽ, ആ വയറ്റിലുള്ളതുപോലെ അല്ലെങ്കിൽ സിസേറിയനിൽ അല്ലെങ്കിൽ ഓപ്പറേഷനിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവളെ കാത്തിരിക്കുന്നത് ഷഹീദിൻ്റെ പ്രതിഫലമാണ്.
മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അവളെ കാത്തിരിക്കുന്നത് ഷഹീദിൻ്റെ പ്രതിഫലമാണ്. പിന്നെന്തിനാ നമ്മൾ പേടിക്കുന്നത്? പിന്നെന്തിനാണ് നമ്മൾ പേടിക്കുന്നത്, പ്രയാസപ്പെടുന്നത്? പ്രസവിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ. അല്ലാഹു സുഖപ്രസവം നിന്ന് അല്ലാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. പ്രസവം വയറ്റിലുള്ളവർ അല്ലാഹു സുഖപ്രസവം നിന്ന് സ്വാലിഹായ മക്കളെ കൊടുത്ത് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് അവരുടെ കുടുംബത്തിലേക്കാണ്. അവരുടെ കുടുംബത്തിലെ അവരുമ്മാക്ക് എത്ര മക്കളുണ്ട്, അവരുമ്മാടെ ഉമ്മാക്ക് എത്ര മക്കളുണ്ട്. അപ്പം നമുക്കറിയാൻ കഴിയും അവർ പ്രസവിക്കുന്ന അവരെ പ്രസവിക്കാൻ ശേഷിയുള്ള കുടുംബമാണെന്ന് മനസ്സിലാക്കി നമ്മളവിടെ വിവാഹം കഴിക്കണം. അവരെ നമ്മൾ വിവാഹം കഴിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഫഇന്നി മുകാഥിറും ബിക്കുമുൽ ഉമം, ഫഇന്നി മുകാഥിറും ബിക്കുമുൽ ഉമം. ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ ആതിഥ്യം കണ്ട്, വളർച്ച കണ്ട് ഞാൻ നാളെ മഅ്ശറയിൽ സന്തോഷിക്കും. ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ വളർച്ച കണ്ട് ഞാൻ നാളെ മഅ്ശറയിൽ സന്തോഷിക്കും. ഞാൻ നാളെ മഅ്ശറയിൽ സന്തോഷിക്കും. അതുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കുകയും ധാരാളം കുഞ്ഞുങ്ങളുണ്ടാവുകയും വേണം. ധാരാളം സ്വാലിഹീങ്ങളായ മക്കളെ നിങ്ങൾ ഉണ്ടാക്കുകയും വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നമുക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ട് ഈ ദീൻ ഇവിടെ നിലനിർത്താൻ വേണ്ടി ധാരാളം പ്രയാസപ്പെട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ സമുദായത്തെ കണ്ടിട്ട് നാളെ മഅ്ശറയിൽ അല്ലാഹുവിൻ്റെ റസൂല് സന്തോഷിക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതാണ് വേണ്ടത്. ധാരാളമായി നമ്മൾ പ്രസവിക്കണം. പ്രസവിക്കുന്ന സ്ത്രീയെയാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ടത്. ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാത്തവർ പ്രയാസപ്പെട്ട് നിൽക്കുന്നുണ്ട്. അവർക്കറിയാം, ഒരു കുട്ടിയെ, ഒരു സന്താനമില്ലാത്തവർക്കറിയാം അതിൻ്റെ പ്രയാസം. അവർക്കറിയാം. അള്ളാഹു സന്താനത്തെ കൊടുത്ത്, നല്ല സ്വാലിഹായ സന്താനത്തെ കൊടുത്ത് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പലവരും പൊട്ടിക്കരഞ്ഞ് വിളിച്ച് പറയാറുണ്ട്, തങ്ങളെ, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ 5-10 വർഷമായി ഇവിടെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു സന്താന ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല തങ്ങളെ, ഞങ്ങൾ ഉണ്ടാകില്ല തങ്ങളെ എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് പറയാറുണ്ട്. അവർ സങ്കടം പറയാറുണ്ട്. ഇതിന് ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്, ഇതിന് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ചോദിക്കാറുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടിയുള്ളൊരു അമലാണ് ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് വീഡിയോയിലൂടെ പറയുന്നു. തങ്ങളെ, എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും എന്നൊന്നും അകറ്റി നിർത്തലാണ്, എന്നൊന്നും മാറ്റി നിർത്തലാണ്. കുട്ടികളില്ലാത്തതിൻ്റെ പേരിൽ എന്നവർ ഒറ്റപ്പെടുത്തലാണ് തങ്ങളെ, പ്രയാസത്തിലാണ്. ഒരു കല്യാണത്തിനോ ഒരു ഫംഗ്ഷനോ പോകാൻ വയ്യ. ഇതുവരെ ആയില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് കുറേ ആയല്ലോ, ഇതുവരെ ആയില്ലേ എന്ന് പറഞ്ഞ് അതിൻ്റെ ഉത്തരം പറഞ്ഞ് ഞങ്ങൾ ബുദ്ധിമുട്ടി തങ്ങളെ. അതിൻ്റെ ഉത്തരം ചോദിച്ചവരോട് പറഞ്ഞ് ഞങ്ങൾ ബുദ്ധിമുട്ടിലായി എന്ന് വിളിച്ച് പൊട്ടിക്കരഞ്ഞ് സങ്കടം പറയുന്നവരുണ്ട്. അല്ലാഹ് റഹ്മുർ റഹീമീനായ അല്ലാഹ് നല്ല സന്താനത്തെ കൊടുത്ത് അല്ലാഹു തൗഫീക്ക് ചെയ്യണേ അല്ലാഹ്. നല്ല സ്വാലിഹായ സന്താനത്തെ അല്ലാഹ് അവർക്ക് നീ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിനുള്ള അവർക്കൊക്കെയുള്ള ഒരു അമലാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് വീഡിയോയിലൂടെ അല്ലാഹു തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. ഈ അമൽ സ്വീകരിക്കാനും ചെയ്യാനും അല്ലാഹു നമ്മൾക്ക് ഭാഗ്യം നൽകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും നമ്മളെ വീട്ടിൽ ഒരു കുട്ടി, ഒരു സന്താനം, ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ളത് നല്ല ഒരു ബർക്കത്താണ്, ഒരു വീട്ടിനൊരു ഐശ്വര്യമാണ്. നമുക്കറിയാം, ഒരു മക്കളില്ലാത്ത ആ ദാമ്പത്യ ജീവിതം ഒരു ഉഷാറുണ്ടാവില്ല, ഒരു റാഹത്തും ഉണ്ടാവില്ല. മക്കളില്ലെങ്കിൽ അതിനെ ആലോചിച്ച് ഫിക്റായി ആലോചിച്ച് ടെൻഷനായി പിന്നെ അതന്നെ ആയിരിക്കും അവരെല്ലാ ജീവിതത്തിൽ ഉടനീളം ടെൻഷനായി പിന്നെ മറ്റുള്ള രോഗങ്ങൾ വന്നു ചേരും. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കളില്ലാത്തവർ പ്രയാസപ്പെടേണ്ട, ഒരു പ്രതിസന്ധി വേണ്ട. ഇൻഷാ അല്ലാഹ് ഈ അമൽ സ്വീകരിക്കാൻ ഞാൻ വെറുതെയല്ല ഇൻഷാ അല്ലാഹ് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വയനാട്ടിൽ നിന്നൊരു സ്ത്രീ വിളിച്ചിരുന്നു. അവർ ഒട്ടിക്കരഞ്ഞ് പറഞ്ഞതാണ് ഞാൻ വീഡിയോയുടെ പറഞ്ഞത്. അവർ പറഞ്ഞത്, തങ്ങളെ 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല, തങ്ങൾ ദുആ ചെയ്യണം.
ഞങ്ങൾ എന്താണ് ചൊല്ലേണ്ടത്, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തതാണ് ഈ അമല്. ഈ അമല് അസർ നിസ്കരിച്ചതിന് ശേഷം ഞാൻ ഓതാൻ പറഞ്ഞ് അവർ ഓതി ആ ദിവസം പൂർത്തിയായി ഓതി. അവർ സന്തോഷ വാർത്ത അറിയിച്ച് വിളിച്ചിരുന്നു, തങ്ങളെ എൻ്റെ ഡേറ്റ് തെറ്റിയിട്ടുണ്ട്, ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിച്ചു, റാഹത്താണ്, സന്തോഷമായി എന്ന് സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ട്. അവർക്ക് കുറച്ച് നേർച്ചകൾ കൊടുത്തിരുന്നു. ഈ അമൽ അവരോട് സ്വീകരിച്ചിരുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഒരു പ്രയാസവും വേണ്ട. ഇൻഷാ അല്ലാഹ് ഈ അമൽ നിങ്ങൾ മുറുകെ പിടിക്കുക. ഈ അമൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ട് നിങ്ങൾ ഗർഭം ധരിക്കും. ഒരു കുഞ്ഞിക്കാല് കാണാൻ സന്താന ഭാഗ്യം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഉണ്ടാകും. ഒരു പ്രയാസവും വേണ്ട, ഒരു പേടിയും വേണ്ട, ഒരു ബേജാറും വേണ്ട. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ, അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു വീട്ടിലൊരു കുഞ്ഞുണ്ടാകുമ്പോൾ എന്താണ് അതിൻ്റെ സന്തോഷം. നമ്മൾ ടെൻഷനായിട്ട് ജോലിയുടെ പ്രയാസവും ബിസിനസ്സിൻ്റെ പ്രയാസമൊക്കെ തലയിലേറ്റി വീട്ടിലേക്ക് വന്ന് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ വീടിൻ്റെ വാതിൽ കതക് തുറന്ന് അകത്തുനിന്ന് ഉപ്പയാണെങ്കിൽ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് ഉപ്പച്ചീയെന്ന്, അല്ലെങ്കിൽ കാറിൻ്റെ ശബ്ദം കേട്ട് ഉപ്പച്ചീയെന്ന് ഓടി ഉമ്മറപ്പടിയിലേക്ക് ഓടി വരുന്ന ആ മകൻ്റെ അല്ലെങ്കിൽ ആ മകളുടെ മുഖം കണ്ടാൽ എല്ലാ പ്രയാസങ്ങളും അവിടെ തീരും. എല്ലാ പ്രയാസങ്ങളും നമ്മളവിടെ തീരും. നമ്മളൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പ്രസവ വേദന എന്ന് പറയുന്നത് മരണത്തിൻ്റെ പകുതി വേദനയാണ്. പിന്നെ എന്താണ് ഒരാൾക്ക് 4-5 കുട്ടികൾ, പ്രസവവേദന അനുഭവിച്ച് വീണ്ടും പ്രസവിക്കുകയാണ് രണ്ടാമത്. അതൊക്കെ എന്താന്ന് വെച്ചാൽ ആ കുഞ്ഞിൻ്റെ മുഖം കാണുമ്പോൾ അല്ലാഹു എല്ലാം മറന്നു, നമ്മളെല്ലാം മറന്നുപോയി. ആ വേദനയ്ക്ക് അല്ലാഹു മറവി തന്ന്. അതുകൊണ്ട് നമ്മൾ ആരും സന്താന ഭാഗ്യം ഒരിക്കലും നിഷേധിക്കരുത്. അത് തടഞ്ഞു നിർത്തിയാൽ പിന്നെ നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവില്ല. ചിലവരൊക്കെ ട്രെൻഡാണ്, കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വേണ്ട 2 കൊല്ലം കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞിട്ട് മതിയെന്ന്. അതൊക്കെ ഒരിക്കലും ചെയ്യരുത്. അതൊന്നും ഒരിക്കലും ചെയ്ത് പിന്നെ ഇല്ലാതെയാകും. പിന്നെ കുറേ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു തരുന്നത് നമ്മൾ തടയരുത്. ഇൻഷാ അല്ലാഹ് അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ ജനറേഷൻ ഒരിക്കലും നടത്തരുത്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. ചെയ്യേണ്ട അമല് ഇൻഷാ അല്ലാഹ് അസർ നിസ്കാരത്തിന് ശേഷം ഏറ്റവും വലിയ പ്രതിഫലമുള്ള ഏറ്റവും മഹത്തായ ഒരു അമലാണ് ഇൻഷാ അല്ലാഹ്. ഇത് മുറുകെ പിടിക്കുക. നിങ്ങളൊരു പ്രയാസം വേണ്ട, ഒരു പേടിയും വേണ്ട. ചിലരൊക്കെ പറയാറുണ്ട് തങ്ങളെ എനിക്കൊരു പൂതിയുണ്ട്, ഞാൻ കല്യാണങ്ങളിലേക്ക് പോകുമ്പോൾ, മറ്റുള്ള ഫംഗ്ഷനിലേക്ക് പോകുമ്പോൾ, കുട്ടികളെ കാണുമ്പോൾ, പൈതലുങ്ങളെ കാണുമ്പോൾ എനിക്കെന്നാണ് ഇതുപോലെ കൊഞ്ചിക്കാനും, എനിക്കെന്നാണ് ഇതുപോലെ ലാളിക്കാനും, മാറോടണച്ച് അമ്മിഞ്ഞപ്പാൽ കൊടുക്കാൻ എനിക്ക് സാധിക്കുക തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട്. റഹമുറാഹിമീനായ അല്ലാഹ്, നീ സന്താന ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അവരൊക്കെ ഞാൻ ഇനി ഓരോന്നും എടുത്തു പറയുന്നില്ല. അവരൊക്കെ ഇൻഷാ അല്ലാഹ് ഈ അമൽ സ്വീകരിക്കുക. ഏറ്റവും മഹത്തമായ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ അവർക്കുണ്ടായത്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പൊരിശയല്ല, എൻ്റെ കറാമത്തല്ല, അത് വിശുദ്ധമായ ഖുർആനിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, പടച്ച റബ്ബിൻ്റെ തൗഫീക്ക് കൊണ്ടാണ് ഇൻഷാ അല്ലാഹ്. അവർ നേർച്ചയാക്കിയ നേർച്ച ഫലങ്ങൾ കൊണ്ടുമാണ് ഇൻഷാ അല്ലാഹ് അത് അവർക്ക് സന്തോഷ വാർത്ത അറിയിച്ചത്. നമ്മൾ എന്തിനാണ് പ്രയാസപ്പെടുന്നത്? 10, 15, 20 വർഷമായിക്കോട്ടെ. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചരിത്രം വിശാലമാണ്. നിങ്ങൾക്കറിയാം, കാലങ്ങൾ കാത്തിരുന്നിട്ടാണ് മകനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഉണ്ടായത്. പിന്നെ എന്തിനാണ് നമ്മൾ പ്രയാസപ്പെടുന്നത്? ആത്മാർത്ഥതയോടുകൂടി, ഇഖ്ലാസോടുകൂടി പടച്ച റബ്ബിനോട് നിങ്ങൾ കേൾഞ്ഞോളി. പടച്ച റബ്ബിനോട് നിങ്ങൾ പൊട്ടിക്കരഞ്ഞ് ഈ അമൽ ചെയ്ത് പൊട്ടിക്കരഞ്ഞ് നിങ്ങൾ ദുആ ചെയ്തോളി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. ഈ മജ്ലിസിൽ നിന്ന്, സയ്യിദിയ മജ്ലിസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കതിനുള്ള ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. നിങ്ങൾ അസർ നിസ്കരിച്ചതിന് ശേഷം ആൽ ഇംറാനിലെ 6
6-ാമത്തെ ആയത്ത്. അസർ നിസ്കരിച്ചതിന് ശേഷം അതേ മുസല്ലയിലിരുന്ന് ആ നിസ്കാര കുപ്പായത്തിലിരുന്ന് ആലു ഇമ്രാനിലെ 6-ാമത്തെ ആയത്ത് നിങ്ങൾ ഇൻഷാ അല്ലാഹ് പാരായണം ചെയ്യുക. 21 ദിവസം 200 വട്ടം, ഒരു ദിവസം 200 പ്രാവശ്യം. മറക്കണ്ട, ഒരു ദിവസം 200 പ്രാവശ്യം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി, നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇഖ്ലാസ് വേണം. ഓരോ അമൽ ചെയ്യുമ്പോഴും ഇത് ഈ മജ്ലിസിൽ നിന്ന് പറഞ്ഞതാണ്, തങ്ങൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ ഖുർആനിൻ്റെ ഹക്ക് ജാ ബർക്കത്ത് കൊണ്ട് പടച്ച റബ്ബേ എനിക്ക് നീ ഉത്തരം നൽകണേ അല്ലാഹ് എന്ന ആത്മാർത്ഥതയോടുകൂടി, നീയത്തോടുകൂടി, ഇഖ്ലാസോടുകൂടി നിങ്ങൾ ചെയ്തോളി. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കാതിരിക്കില്ല, അള്ളാഹു ഒരിക്കലും തട്ടി മാറ്റൂല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ഇഖ്ലാസോടുകൂടി പടച്ച റബ്ബിനോട് ചോദിച്ചോളി. ഇൻഷാ അല്ലാഹ് അള്ളാഹു തരും. ആലു ഇമ്രാനിലെ 6-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് പോലെ هو الذي يصوركم في الأرحام كيف يشاء لا إله إلا هو العزيز الحكيم. ഇൻഷാ അല്ലാഹ് നിങ്ങളിത് പാരായണം ചെയ്യുക. 200 പ്രാവശ്യം, ഒരു ദിവസം 200 പ്രാവശ്യം, 21 ദിവസം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ചൊല്ലിക്കോളി, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഓതിക്കോളി. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉത്തരം ലഭിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിൻ്റെ അർത്ഥം, ആ ആയത്തിൻ്റെ അർത്ഥം, ഗർഭാശയങ്ങളിൽ താൻ ഉദ്ദേശിക്കുന്ന വിധത്തിൽ രൂപപ്പെടുത്തുന്നത് അവനാണ്. നമ്മുടെ ഗർഭാശയത്തിൽ അള്ളാഹു നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ രൂപപ്പെടുത്തുന്നത് പടച്ച റബ്ബാണ്. അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല. അവൻ പ്രതാപിയും അവൻ യുക്തിയുള്ളവനും അത്രേ. ഇൻഷാ അല്ലാഹ് ഇതാണ് അതിൻ്റെ അർത്ഥം, അർത്ഥം മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് നിങ്ങൾ 21 ദിവസം 200 പ്രാവശ്യം നിങ്ങൾ ഓതിക്കോളി. അള്ളാഹു ഉത്തരം തന്നിരിക്കും. നിങ്ങൾക്കൊരു കുഞ്ഞിക്കാലാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, മറ്റുള്ളവർ താലോലിക്കുമ്പോൾ നിങ്ങൾ നോക്കിയിരുന്നിട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് ഇതുപോലൊരു ദിവസം എനിക്കെന്നാണ് വരിക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കും വരും, നിങ്ങളും ഗർഭം ധരിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ആയത്ത് നെഞ്ചോട് ചേർത്ത് ഇഖ്ലാസോട് കൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഓതിക്കോളി. ഇൻഷാ അല്ലാഹ് അതിനുള്ള ഉത്തരം അള്ളാഹു തന്നിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല സന്താനങ്ങളെ, സ്വാലിഹായ സന്താനത്തെ നൽകി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ധാരാളം ആളുകൾ ദുആ വസിയത്ത് നടത്തിയവരുണ്ട്. കമൻറ്റ് ബോക്സിലായിട്ടും ഫോൺ വിളിച്ചിട്ടും ധാരാളം സങ്കട കണ്ണീരുകൾ പറഞ്ഞവരുണ്ട്. തങ്ങളെ ദുആ ചെയ്യണേ, തങ്ങളെ ഞങ്ങളെ കാര്യം മറന്നു പോകല്ലേ എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ധാരാളം ഉമ്മമാരുണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ധാരാളം ഉമ്മമാരുണ്ട്. അല്ലാഹുവേ ഒരുമ്മാനെയും പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ, ഒരുമ്മാക്കും അല്ലാഹുവേ പ്രയാസങ്ങൾ കൊടുക്കല്ല തമ്പുരാനെ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ല അല്ലാഹ്. ഭർത്താവിൻ്റെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്, മകൻ്റെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവരുണ്ട്. വീട് പണി പൂർത്തിയാവണം, തങ്ങളെ ദുആ ചെയ്യണേ. വീട് പണി പൂർത്തിയാവാൻ അതിലേക്കൊന്ന് കയറിയിരിക്കാൻ തങ്ങളെ ദുആ ചെയ്യണേ എന്ന് പറഞ്ഞവരുണ്ട്. രോഗങ്ങൾ പറഞ്ഞ് ധാരാളം ആളുകൾ രോഗികളാണ്. രോഗങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും ഒരു പ്രതീക്ഷയാണ് തങ്ങളെ വീഡിയോയിലൂടെ, അടുത്ത മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണേ, ഞങ്ങളെ മറന്നു പോകല്ലേ തങ്ങളെ എന്ന് വിളിച്ച് പറഞ്ഞവരുണ്ട്. ധാരാളം സ്ഥലങ്ങളിൽ നമ്മളെ മജ്ലിസ് കാണുന്ന, നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട്. കേരളത്തിൻ്റെ അകത്തും പുറത്തുമായി ധാരാളം ദ്വീപുകളിൽ നിന്നും, ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നെല്ലാം നമ്മളെ വീഡിയോ കാണുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ പറയാനുള്ളത് തങ്ങളെ ദുആ ചെയ്യണേ, ആത്മാർത്ഥമായിട്ട് ഇഖ്ലാസോടുകൂടി ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആമീൻ പറയുക. എല്ലാവരും ആമീൻ പറയുന്ന സമയത്ത് അവരുടെ ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതുക. ചെറുതും വലുതുമായ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആമീൻ പറഞ്ഞോളി. ഇൻഷാ അല്ലാഹ്. അള്ളാഹു കേൾക്കാതിരിക്കില്ല ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ ഓരോരുത്തരുടെയും മുറാദുകൾ, എല്ലാവരും പറഞ്ഞവരുടെ എല്ലാവരുടെയും മുറാദുകൾ ഇൻഷാ അല്ലാഹ് നമ്മളെ മനസ്സിലുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ വേണ്ടി, എല്ലാവർക്കും വേണ്ടി, തങ്ങൾ നമ്മളെ കാര്യം പറഞ്ഞില്ലല്ലോ, ചിലർ പറയണ്ട എന്ന് പറഞ്ഞവരുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ കരുതിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ദുആ ചെയ്യുന്നത്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്.
آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما علق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. يا رحمن يا رحيم يا ملك يا قدوس يا سلام يا مؤمن يا معيمن يا عزيز يا جبار يا ذا الجلال والإكرام يا ذا الجلال والإكرام. أرحم الراحمين يا രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ് ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആ നീ തട്ടി മാറ്റല്ലേ അല്ലാഹ്, നീ തട്ടി മാറ്റല്ലേ തമ്പുരാനെ. അല്ലാഹുവേ അലിമീങ്ങൾ ആബിദീങ്ങൾ ആരിഫീങ്ങൾ മുസന്നിഫീങ്ങൾ മുഫസ്സിരീങ്ങൾ മൺമറഞ്ഞു പോയ അല്ലാഹുവിൻ്റെ ഔലിയാക്കൾ ഒക്കെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് തമ്പുരാനെ ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണേ അല്ലാഹ്. ദുആ നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്, ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. മരിക്കുന്ന സമയത്ത് ഈമാൻ പരിപൂർണമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് ദുനിയാവിൻ്റെ കാര്യം ചോദിക്കുന്നതിനേക്കാളും ഞങ്ങൾക്ക് ആഖിറത്തിൻ്റെ കാര്യമാണ് ചോദിക്കാനുള്ളത് അല്ലാഹ്. അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ലാഹ്. ആഖിറം വെളിച്ചമാക്കണേ അല്ലാഹ്, ആഖിറം വെളിച്ചമാക്കണേ തമ്പുരാനെ. ധാരാളം ഇബാദത്തുകളൊന്നും ഞങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലാഹ്. ഉള്ള ഇബാദത്ത് നീ സ്വീകരിച്ചുകൊണ്ട് അല്ലാഹ് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ തമ്പുരാനെ. റഹീമീനായ അല്ലാഹ് ഞങ്ങളോട് ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. കമന്റ് ബോക്സിലായിട്ടും വാട്സപ്പിലായിട്ടും വിളിച്ചു പറഞ്ഞവരും ധാരാളം ആളുകളുണ്ട് അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ് അവരുടെ ചെറുതും വലുതുമായ എല്ലാ ഉദ്ദേശങ്ങളും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്, ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന, ഞങ്ങളെ വീഡിയോ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്, ഞങ്ങളെ സ്നേഹിക്കുന്നവരുണ്ട്. അർഹമുർ റഹീമീനായ അല്ലാഹ് അവരെ കൊയക്കല്ലേ അല്ലാഹ്, അവരെ പ്രയാസത്തിലാക്കല്ലേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. ധാരാളം ഉമ്മമാരുണ്ട് അല്ലാഹ് ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ മജ്ലിസിലേക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നവർ. അല്ലാഹ് നീ കൊയക്കല്ലേ അല്ലാഹ്, അവർക്ക് പ്രയാസം കൊടുക്കല്ലേ അല്ലാഹ്, അവരെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ, അവരെ ബുദ്ധിമുട്ടിലായിത്തല്ല തമ്പുരാനെ. ഒരു ഉമ്മാക്കും നീ സ്തനർബുദം കൊടുക്കല്ലേ അല്ലാഹ്, സ്തനം മുറിച്ച് മാറ്റുന്നൊരവസ്ഥ ഒരു ഉമ്മാക്കും കൊടുക്കല്ല തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട് തമ്പുരാനെ, അവർക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്, രക്ഷ നൽകണേ തമ്പുരാനെ. ധാരാളം ആളുകളെ വിളിച്ചു പറയുന്നവരുണ്ട് അല്ലാഹ്. റഹ്മുർ റഹീമീനായ അല്ലാഹ് അവരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ തമ്പുരാനെ. 10-15 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് തങ്ങളെ ഇതുവരെ ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞവരുണ്ട് തമ്പുരാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ് വീഡിയോ കാണുന്നവരുണ്ട് തമ്പുരാനെ. സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്, സന്താനത്തെ കൊടുക്കണേ തമ്പുരാനെ, സന്താനത്തെ കൊടുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവരെ നീ പ്രയാസത്തിലായിത്തല്ലേ അല്ലാഹ്, അവരെ നീ പ്രയാസത്തിലായിത്തല്ല തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളത് സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്, പ്രവാസികളുണ്ട് തമ്പുരാനെ. ഞങ്ങളെ മജ്ലിസിനെ സ്നേഹിക്കുന്ന അല്ലാഹുവേ പ്രവാസികളെ കൊയക്കല്ലേ അല്ലാഹ്. ധാരാളം പ്രവാസികളെ ദുആ വസിയത്ത് ചെയ്തവരുണ്ട് തമ്പുരാനെ, അവരെ കൊയക്കല്ല തമ്പുരാനെ, അവരെ പ്രയാസത്തിലായിത്തല്ല തമ്പുരാനെ,
അള്ളാഹുവരുടെ ജോലിയിൽ നീ ഖൈർ പ്രദാനം ചെയ്യണേ അല്ലാ, ഖൈർ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അവിടുന്ന് മരിച്ച് പെട്ടിയിലാക്കിക്കൊണ്ട് നാട്ടിലേക്ക് മയ്യത്ത് കൊണ്ടുവരുന്ന അവസ്ഥ ഒരു പ്രവാസിക്കും കൊടുക്കില്ലേ അല്ലാ, ഒരു പ്രവാസിക്കും കൊടുക്കില്ല തമ്പുരാനെ, ഒരു പ്രവാസിക്കും കൊടുക്കില്ല തമ്പുരാനെ. അത് കാണാനുള്ള ശക്തി അവരുടെ കുടുംബത്തിനില്ല അല്ലാ. അല്ലാഹുവേ കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ മജ്‌ലിസിനെ സ്നേഹിക്കുന്ന ഒരു പ്രവാസിക്കും അത്തരം അവസ്ഥ കൊടുക്കല്ല തമ്പുരാനെ, കൊടുക്കല്ല അല്ലാ. ഞങ്ങളെല്ലാവരും വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്. ആക്സിഡന്റ്, അപകട മരണങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. റോട്ടിൽ നിന്ന് പെറുക്കിയെടുത്തുകൊണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ അല്ലാ, ഞങ്ങളെ മയ്യത്തിനെ മാറ്റല്ലേ തമ്പുരാനെ. അല്ലാഹുവേ ആഖിബത്ത് നന്നാക്കണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ തമ്പുരാനെ. റഹ്മുറഹീമീനായ അല്ലാഹ്, ഞങ്ങളിൽ ധാരാളം ആളുകൾ രോഗികളാണ്, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, ട്യൂമർ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, അറ്റാക്ക് ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ, ബ്ലഡ് ക്യാൻസർ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ, ലിവർ സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അല്ലാഹുവേ കിഡ്നി സംബന്ധമായ രോഗം ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. ഞങ്ങളിൽ ധാരാളം ആളുകൾ ഡയാലിസിസ് രോഗികളാണ് അല്ലാ. അല്ലാഹുവേ നീ ശിഫാ കൊടുത്ത് പ്രദാനം ചെയ്യണേ അല്ലാ, നീ ശിഫാ കൊടുത്ത് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഹൃദയം സംബന്ധമായ രോഗങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ തമ്പുരാനെ. തലവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അല്ലാഹുവേ മാറാത്ത തലവേദന കൊടുത്ത് പ്രയാസത്തിലാത്തല്ല അല്ലാ, മാറാത്ത തലവേദന കൊടുക്കല്ലേ തമ്പുരാനെ. മൈഗ്രീൻ പോലുള്ള തലവേദന നിന്ന് ഞങ്ങളെ പ്രയാസത്തിലായിത്തല്ലേ അല്ലാ, ഞങ്ങളെ ബുദ്ധിമുട്ടിലായിത്തല്ലേ തമ്പുരാനെ. ഊരവേദനയിൽ ധാരാളം വർഷക്കാലം ഊരവേദനയിൽ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. അർഹമുർ-റഹീമീനായ അല്ലാഹ്, ഊരവേദന നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. കാൽ വേദനയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാ. അല്ലാഹുവേ ഇബാദത്തിന് പോലും തടസ്സമുള്ള രോഗങ്ങളുള്ളവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. യൂറിക് ആസിഡിന്റെ പ്രയാസം വന്ന് കെണുപ്പുകളിൽ സഞ്ചാരമുള്ളവരുണ്ട് അല്ലാ. അല്ലാഹുവേ നീ ശിഫാ കൊടുക്കണേ അല്ലാ, നീ ശിഫാ കൊടുക്കണേ തമ്പുരാനെ. റഹ്മുർ-റഹീമീനായ അല്ലാഹ്, പല ജാതി രോഗങ്ങൾ, മാറാത്ത രോഗങ്ങൾ, മാറാവ്യാധി രോഗങ്ങളല്ല ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. പ്രഷർ നൽകല്ലേ തമ്പുരാനെ, പ്രമേഹം നൽകല്ലേ തമ്പുരാനെ, കൊളസ്ട്രോൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ. അത്തരം പ്രയാസങ്ങൾ ഞങ്ങൾക്ക് നൽകല്ലേ അല്ലാ, അത്തരം രോഗങ്ങൾ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ പ്രയാസത്തിലായിത്തല്ലേ അല്ലാ, പ്രയാസത്തിലായിത്തല്ലേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ, നീ സ്നേഹിക്കണേ തമ്പുരാനെ. അവർ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുന്നത് എൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചതിൻ്റെ കാരണത്തിലാണ് തമ്പുരാനെ. അല്ലാഹുവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗ്ഗത്തിൽ കടക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹുവേ അവരെയും ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ, ഉൾപ്പെടുത്തണേ തമ്പുരാനെ, നീ ഉൾപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ ധാരാളം ആളുകൾ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. ഭർത്താവിൻ്റെ ജോലിയിൽ പ്രയാസമുണ്ട്, തങ്ങളെ ദുആ ചെയ്യണം, ഇഖാമടിച്ചിട്ടില്ല തങ്ങളെ, തനാസുല് മാറി കിട്ടിയിട്ടില്ല തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പറഞ്ഞവരുണ്ട്. അല്ലാഹ് അർഹമുർ-റഹീമീനായ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്, മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. വീട് പണി പൂർത്തിയാവാൻ തങ്ങളെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ എത്രയും പെട്ടെന്നൊരു വീട് അല്ലാഹു അവർക്ക് നീ നൽകണേ അല്ലാഹ്, നൽകണേ തമ്പുരാനെ, നീ നൽകണേ അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് അല്ലാഹുവേ കഅബ ഞങ്ങളെ കണ്ണുകൊണ്ട് കാണിക്കണേ അല്ലാഹ്, ഞങ്ങളെ കാണിക്കണേ തമ്പുരാനെ. പാപം പതിഞ്ഞ പാദം മത്താഫിലൊന്ന് നിർത്തി ദുഃഖദോഷ ഭാണ്ഡക്കെട്ടുകൾ അവിടെ ഇറക്കി വെച്ച് കണ്ണിറയെ കഅബ കണ്ട് അല്ലാഹുവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റൗള ഷരീഫിൽ ചെന്ന് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പൊട്ടിക്കരഞ്ഞ് സലാം പറഞ്ഞ് അല്ലാഹുവേ ഉമ്മ പെറ്റ
കൽബ് പോലെ തിരിച്ചു വരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഈമാൻ കാമിലാക്കണേ അല്ലാഹ്. ഈമാൻ പരിപൂർണമാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങൾ മരിക്കും. ഉണക്കക്കട്ടിൽ ഞങ്ങളങ്ങ് മലർത്തി അങ്ങ് കെടുത്തും. ഈ താടി തലയിലേക്ക് കെട്ടപ്പെടും, മൂക്കിൽ പഞ്ഞി തിരകപ്പെടും. അല്ലാഹുവേ, ആ സമയത്ത് മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ അല്ലാഹ്. മുഖത്ത് ഈമാനിൻ്റെ പ്രഭ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജനാസ വയ്യോടങ്ങളിലൂടെ ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് കദ്ദിമൂനി എന്ന് പറയുന്ന ജനാസകളിൽ ഞങ്ങളെ ജനാസയപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ ജനാസയപ്പെടുത്തണേ തമ്പുരാനെ. ഊരക്ക് കയറിട്ട് ഞങ്ങളെ ഖബറിലേക്ക് ഇറക്കി വെക്കും. അല്ലാഹുവേ, ഞങ്ങളുടെ കവിള് മണ്ണിനോട് ചേർക്കപ്പെടും. ആ സമയത്ത് ഖബറിൽ രക്ഷ നൽകണേ അല്ലാഹ്. രക്ഷ നൽകണേ തമ്പുരാനെ. ഉപ്പൂപ്പ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ലിഖായിലും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൃക്കല്യാണം കണ്ട് കണ്ണുകൊണ്ട് കാണിക്കണേ അല്ലാഹ്. ഞങ്ങളെ കാണിക്കണേ തമ്പുരാനെ. സ്വർഗ്ഗം ഞങ്ങൾക്ക് ചോദിച്ചു വാങ്ങാൻ ഞങ്ങൾക്ക് അവകാശമില്ല അല്ലാഹ്. എൻ്റെ ഔദാര്യം കൊണ്ട് ഞങ്ങൾക്ക് പാപികളായി ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഇത്തരം മജ്ലിസുകളിൽ പങ്കെടുത്തതിൻ്റെ കാരണത്താൽ, അല്ലാഹുവേ, ഇൽമ് കേട്ടതിൻ്റെ കാരണത്താൽ, അല്ലാഹുവേ, ആലിമീങ്ങളെയും സയ്യിദന്മാരെയും സ്നേഹിച്ചതിൻ്റെ കാരണത്താൽ, അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ തമ്പുരാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. السلام عليكم.